എന്താണ് ടാക്സ്? ടാക്സ് നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നോ ഇല്ലയോ? ഇത് നമുക്ക് ചെറിയ കഥയിലൂടെ മനസ്സിലാക്കാം. ഒരു സ്ഥലത്ത് ആകാശും അക്ഷയ് എന്ന് പറഞ്ഞ് രണ്ട് കർഷകരുണ്ടെന്ന് ഇരിക്കട്ടെ. ആകാശിന്റെ പേരിലായാലും അക്ഷയുടെ പേരിലായാലും ഓരോ ഏക്കർ സ്ഥലമുണ്ട്. അവിടെയാണ് അവർ കൃഷി ചെയ്യുന്നത്. ഒരു ദിവസം ഒരു കള്ളൻ ആകാശിന്റെ സ്ഥലത്തേക്ക് കയറി വന്നു. ആകാശ് ഭയങ്കര ശക്തിശാലി ആയതുകൊണ്ട് തന്നെ ആ കള്ളനെ അപ്പം തന്നെ ഓട്ടിച്ചു വിട്ടു. അതേ കള്ളൻ അടുത്ത ദിവസം അക്ഷയുടെ സ്ഥലത്തേക്ക് പോയി. അക്ഷയ്ക്കാണെങ്കിൽ ഭയങ്കര ശക്തിയൊന്നുമല്ല. അതായത് കൊണ്ട് തന്നെ അക്ഷയുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഈ കള്ളനെ അടിച്ചുകൊണ്ടുപോയി. അപ്പം അക്ഷയ്ക്ക് അറിയാം ആകാശ് ഭയങ്കര ശക്തിശാലിയാണെന്ന്. അതുകൊണ്ട് തന്നെ അക്ഷയാണെങ്കിൽ ആകാശോട് ഡീൽ വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. ഡീൽ എന്തെന്ന് വെച്ചാൽ ആകാശ് അക്ഷയ്ക്ക് പ്രൊട്ടക്ഷൻ തരണം. അതിനോ പകരം ആകാശിന് അക്ഷയ് എന്താണോ ഉണ്ടാക്കുന്നത് അത് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 10% അങ്ങോട്ട് കൊടുക്കും. ഇത് കേട്ടപ്പം ആകാശിന് സന്തോഷമായി. അപ്പം അങ്ങനെ ഇരിക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ കള്ളൻ വീണ്ടും അക്ഷയുടെ പറമ്പിൽ വന്നപ്പം ആകാശാണെങ്കിൽ ആ കള്ളനെ ഓട്ടിച്ചു വിട്ടു. അങ്ങനെ ഇരിക്കെ ഈ കഥയാണെങ്കിൽ പയ്യെ പയ്യെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ കള്ളന്മാരുടെ ശല്യം ബാക്കിയുള്ള ജനങ്ങൾക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോഴാണെങ്കിൽ ആകാശിനോട് ഈ ബാക്കിയുള്ള ജനങ്ങൾ പറയും, നീ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ശതമാനം എനിക്കും കൂടെ തരാം. അപ്പോൾ ഇത് കേട്ടപ്പം ആകാശിനാണെങ്കിൽ ഓക്കെ നല്ലൊരു ബിസിനസ് ചെയ്യാമല്ലോ എന്ന് തുടങ്ങിയിട്ട് ആകാശിന് ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആകാശ് കുറച്ച് ശക്തിശാലിയായ കുറച്ച് ആൾക്കാരും കൂടെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഫുൾ ടൈം തൊഴിലായിട്ട് ചെയ്ത് തുടങ്ങി. ഇവിടെ ആകാശിനെ അപ്രോച്ച് ചെയ്ത ഓരോരുത്തർക്കും ഓരോരോ ജോലിയായിരുന്നു. ചിലർ ഡോക്ടറായിരുന്നു, ചിലർ IT ഫീൽഡിലായിരുന്നു, ചിലർ സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഓരോരോ ജോലി. അപ്പോൾ ഇതൊക്കെ ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ ആകാശാണെങ്കിൽ കുറച്ച് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിലൊന്നാണ് മാനുഫാക്ചറേഴ്സ്. അതായത് ഇവരാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഫാമേഴ്സ് ആകാം, ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നവരാവാം, ഈ ഫർണിച്ചർ ഉണ്ടാക്കുന്നവരാവാം. ഇതൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. രണ്ടാമത്തെയാണ് മെർച്ചൻസ്. ഇവരാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് സാധനങ്ങൾ ഉണ്ടാക്കുന്നല്ലോ, അവർ ഈ ജനങ്ങളോട് എത്തിക്കുന്നവർ. അതെന്ന് പറയുമ്പം ഈ മലക്കറി കച്ചവടം നടത്തുന്നവരാവാം, അല്ലെങ്കിൽ മറ്റേ സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് ആവാം. ഇതൊക്കെ ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ വരും. അതായത് ഈ ഡോക്ടേഴ്സ്, ഈ ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, അവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നാലാമത്തെ എന്ന് പറയുമ്പം ഈ എംപ്ലോയീസ് വരും. അവരെന്ന് പറയുമ്പം IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാവാം, ബാങ്ക് എംപ്ലോയീസ് ആവാം. ഇവരൊക്കെ നാലാമത്തെ കാറ്റഗറി വരും. അഞ്ചാമത്തെ എന്ന് പറയുമ്പം ഈ എക്സ്പോർട്ട് ചെയ്യുന്നവർ, സാധനങ്ങൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലോട്ട് അയച്ചു കൊടുക്കുന്നവർ, ഇതൊക്കെ ഇവരിൽ വരും. പിന്നെ ഒരു കാറ്റഗറിയാണ് ഇമ്പോർട്ടേഴ്സ്. അതായത് വേറെ കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലോട്ട് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നവർ, ഇവർക്ക് ഇമ്പോർട്ടേഴ്സ് എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് ഓരോ ക്ലാസിഫിക്കേഷനും ചെയ്തത്. എന്നിട്ട് ഈ ഓരോ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഈ ആകാശാണെങ്കിൽ പൈസ മേടിക്കാൻ തുടങ്ങും. ഈ പൈസയിനാണ് ടാക്സ് എന്ന് പറയുക. ഇവിടെ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിനെ എക്സൈസ് ടാക്സ് എന്നും, സെയിൽസ് മേടിക്കുന്നതിന് സെയിൽസ് ടാക്സ് എന്നും, ഈ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് ഇൻകം ടാക്സ് എന്നും, ഈ സർവീസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് സർവീസ് ടാക്സ് എന്നും, ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഇമ്പോർട്ട് ടാക്സ് എന്നും, എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും എക്സ്പോർട്ട് ടാക്സ് എന്നും പറയുന്നു. ബട്ട് കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിലെ മെജോറിറ്റി ടാക്സും കമ്പനി എന്നിട്ട് GST ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, നമുക്ക് വീണ്ടും കഥയിലോട്ട് പോവാം. പക്ഷേ ഇതിനു മുമ്പ് ആകാശിന് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ സംഭവം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ മറ്റേ ഈ മാനുഫാക്ചർ ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, ഇവരൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനും ആയാലും ശരി, പ്രോഡക്റ്റ് ആയാലും ശരി, അതിൻ്റെ കോസ്റ്റിനോടൊപ്പം ഈ ടാക്സും കൂടെ എക്സ്ട്രാ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അത് നിങ്ങൾ മേടിക്കുന്ന 1 രൂപയുടെ മുട്ടായാലും ശരി, ഇല്ല 100 പവനായാലും ശരി, നിങ്ങൾ ഈ ടാക്സ് എക്സ്ട്രാ അടയ്ക്കും. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. ബട്ട് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഈ എംപ്ലോയീസിന് മറ്റേ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് അവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരാർക്കും പ്രോഡക്റ്റ് ഒന്നും വിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ നിന്ന് ടാക്സ് ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. പക്ഷേ എല്ലാ എംപ്ലോയീസിനും ഡയറക്റ്റ് ടാക്സ് ആയിട്ട് പൈസ അടയ്ക്കണമെന്നില്ല. അതായത് എല്ലാവർക്കും നല്ല പൈസ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഈ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ സ്ലാബ് സിസ്റ്റമാണ് പ്രപ്പോസ് ചെയ്തത് ഇന്ത്യയിൽ. അതായത് 0 to 4 lakh വരെ ഉണ്ടാകുന്നവർക്ക് ഇവിടെ ടാക്സസ് എന്ന് പറയുന്നത് 0%. അടുത്തെന്ന് വെച്ചാൽ 4 to 8 lakh വരെ ഉള്ളവർക്ക് ഈ ടാക്സ് എന്ന് പറയുമ്പം 5%. അതേപോലെ തന്നെ 8 to 12 lakh വരെ ഉള്ളവർക്ക് ടാക്സ് എന്ന് പറയുന്നത് 10%. ഇങ്ങനെയാണ് നമ്മുടെ ഈ കറൻ്റ്ലി ഉള്ള റിഫോമിലുള്ളത്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 12 lakh ഉള്ളവർക്ക് 10% ടാക്സ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ 12 ലക്ഷം ഉണ്ടാക്കുന്നവർ വർഷം 1,20,000 അടയ്ക്കണമെന്നല്ല. ഇവിടെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ, ഈ 12 ലക്ഷം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, അവരാണെങ്കിൽ ഒരു 75,000 ആദ്യം ഡിഡക്റ്റ് ചെയ്യും.
അതെന്തിനാണെന്ന് ചോദിച്ചാൽ എക്സ്റ്റാൻഡേർഡ് കുറച്ച് ചിലവില്ല. അതായത് മെഡിക്കൽ എമർജൻസി, നമ്മൾ ട്രാവൽ അലവൻസ്, ഇങ്ങനെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒരാൾ 75,000 വരെ മാക്സിമം ചിലവാക്കുമെന്ന് വെച്ചിട്ട് അത് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ബാക്കി വരുന്ന 11,25,000 നോക്കുന്നത്. ഈ 11,25,000 ആദ്യം 4,00,000 ഒരു ടാക്സും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ 4 തൊട്ട് 8%, 8 ലക്ഷം വരെ ഇല്ലേ, ഇതിന് 5% ടാക്സ്. അത് പറയുമ്പം 20,000 വരും. ബാക്കിയുള്ള 8 ലക്ഷം തൊട്ട് 11,25,000 പറയുമ്പം വരുന്നത് ഈ 32,500 അപ്പം ഈ നേരത്തെ പറഞ്ഞ 20,000 ഈ 32,500 കൂടെ കമ്പൈൻ ചെയ്യുമ്പം വരുന്നത് എത്രയാണ്? 52,500 ഇതാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് സെക്ഷൻ 87A പറയണതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ടാക്സ് മണി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം, അതായത് ഇപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? 52,500 എന്ന നമ്പർ കിട്ടിയല്ലോ. എന്നത് ഈ 60,000 താഴെയാണെങ്കിൽ എത്രയാണ് ടാക്സ് അടയ്ക്കുന്നത് അത് തിരിച്ച് കിട്ടുമെന്നാണ്. അതിന് നമ്മൾ ഈ ITR ഫില്ല് ചെയ്യണം. ITR എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസ്. അപ്പം ടെക്നിക്കലി ഒരു എംപ്ലോയി 12 ലക്ഷം വരെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 0 ആണ്. ലിറ്ററലി ഈ ടാക്സ് മണി കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പ്രൊട്ടക്ഷൻ മാത്രമല്ല നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ പബ്ലിക് സ്കൂൾസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, റെയിൽവേസ്, ഹൈവേസ്, ISRO, പിന്നെന്തുവാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാത്തിനും മെയിൻ സോഴ്സ് ഈ ടാക്സ് തന്നെയാണ്. സോ ഈ ടാക്സ് കൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോറി കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ടാക്സ് മണി ഈ ആകാശ് മേടിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു, നല്ല വൃത്തിയിൽ തന്നെ പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നാണെങ്കിൽ ടാക്സ് വളരെയധികം നല്ലതാണ്. അപ്പോൾ ആകാശ് ഹാപ്പിയാണ്, അവിടെ ജനങ്ങൾ ഹാപ്പിയാണ്. അതല്ലാണ്ട് ഈ ആകാശ് ടാക്സ് മാത്രം മേടിക്കുന്നു, അവിടെ കള്ളന്മാർ നോട്ടിക്കുന്നില്ല, അവിടെ കുറേ മോഷണങ്ങൾ പോകുന്നു എന്നൊക്കെയാണെങ്കിൽ അത് ആർക്കും നല്ലതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ടാക്സ് എന്താണെന്നും അത് ബെനിഫിറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.